എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഷോർട്ട് വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെ എത്ര കണ്ട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട് വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞതില്ലേ. ഞങ്ങളിന്ന് സെക്യൂർ സെൻറ്ററിലേക്ക് പോകുകയാണ് കേട്ടോ. മെയിൻ കാരണം സിനിപോളിസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. എല്ലാ വലിയ വലിയ സിറ്റികളിലും പോലെ നമ്മുടെ കണ്ണൂരേക്കും സിനിപോളിസ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഒരു മൂവി റിവ്യൂ ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളിന്ന് സിനിപോളിസിൽ നിന്ന് കാണുന്നത് ഇൻറ്റർസ്റ്റെല്ലറാണ്. 2014 ഇന്ത്യയിൽ റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ് കേട്ടോ ഇൻറ്റർസ്റ്റെല്ലർ. എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് അറിയായിരിക്കാം. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണിത്. സത്യം പറയട്ടെ, എനിക്ക് സയൻസും കാര്യങ്ങളും സ്പേസ് ഇതൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളല്ല കേട്ടോ. പക്ഷെ വിവേകിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് മൂവി തിയേറ്ററിൽ വന്നപ്പോൾ എന്തായാലും അതിനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി വേണം എന്നുള്ളത്. അങ്ങനെ ആളുടെ നിർബന്ധത്തിനാണ് ഞങ്ങൾ സിനിപോളിസിലേക്ക് ഈ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ ഉദ്ദേശം സിനിപോളിസ് ഒന്ന് കാണുക, എങ്ങനെയുണ്ടെന്ന് അറിയാം. തിയേറ്റർ ഇപ്പോൾ ഒരു ട്രയൽ റണ്ണിലാണ് ഉള്ളത്. എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം അച്ഛനെല്ലാം കൂട്ടിയിട്ട് ഒരു മലയാളം മൂവിക്ക് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡേ ടൈം ആയതുകൊണ്ടും റിലീസിങ് മൂവീസ് ആയതുകൊണ്ടും അധികം ആൾക്കാരെയൊന്നും ഞങ്ങളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കൊക്കെ വിവേക് എനിക്ക് ഇൻറ്റർസ്റ്റെല്ലറിൻ്റെ കഥ പറഞ്ഞു തരാമെന്ന് കേട്ടോ. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് മാളിൻ്റെ ഉള്ളിലെല്ലാം അതിൻ്റെ ആ ഒരു തീമിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ സീസണിലും അതിൻ്റെ ആ ഒരു പ്രത്യേകതയ്ക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക തരം ഒരു ഫീലാണല്ലോ അത് കാണുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള സിനിപോളിസിലേക്ക് പോകുന്നത്. നമ്മൾ ടിക്കറ്റ് ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രാഫിക് മൂലം നമുക്ക് ആ ഒരു ടൈമിൽ അവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായത്. ഇപ്പോൾ റേറ്റ് കുറവാണ്. ഇനി പോകെ മലയാളം മൂവീസൊക്കെ വരുമ്പം ടിക്കറ്റ് നിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. നല്ല ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ആംബിയൻസിലേക്കാണ് സിനിപോളിസ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. നല്ല ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ആദ്യമൊക്കെ കയറ്റുന്നത്. പുറത്തുനിന്നുള്ള ഒറ്റ ഫുഡും അവിടെ അലൗഡ് അല്ല. ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും അവിടെ നിന്ന് ഓർഡർ ചെയ്താൽ അവർ നമ്മളെ സീറ്റിലേക്ക് എത്തിച്ചു തരും കേട്ടോ. ഇതൊക്കെ കോമൺ ആണെങ്കിലും നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കേതുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പേസിലെ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് മോനെ നമ്മൾ കൂടെ കൂട്ടിയത് ഈ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവൻ അങ്ങനെ തിയേറ്ററിൽ വന്നിട്ട് മൂവി കാണാൻ വലിയ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ലായിരുന്നു. പക്ഷെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായേനെന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടോ. ഒരച്ഛൻ മകൾ ബന്ധത്തിൻ്റെ തീവ്ര സ്നേഹത്തിൻ്റെ മനോഹരമായി ചിത്രീകരിച്ച ക്രിസ്റ്റഫർ നോളൻ്റെ ഇൻറ്റർസ്റ്റെല്ലർ തീർച്ചയായിട്ടും കുട്ടികളെയും കൂടെ കൂട്ടിയിട്ട് തന്നെ കാണേണ്ട ഒരു മൂവിയായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായത്. നമുക്കൊന്നും അത്രക്ക് പരിചയമില്ലാത്ത എയറോനോട്ടിക് സാങ്കേതിക പദങ്ങളും കഥാപരിസരവുമായിട്ട് പോലും തകർന്നു പോകാത്ത വൈകാരിക കെട്ടുറപ്പിൻ്റെ കഥ പറയുകയാണ് ഇൻറ്റർസ്റ്റെല്ലർ. സയൻസ് ഫിക്ഷൻ എന്ന ഒറ്റ ചതുരത്തിൽ ഒതുങ്ങാതെ സെൻറ്റിമെൻസും ചതിയും പകയും സിനിമയിൽ കടന്നു വരുന്നുണ്ട് കേട്ടോ. ക്രിസ്റ്റഫർ നോളൻ്റെ ആരാധകർ തന്നെയാണ് ഈ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം ആൾക്കാരുണ്ടായിരുന്നു മൂവി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓരോ ഷോ കഴിയുന്തോറും ഒരു ടീം തന്നെ അകത്ത് കയറിയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവിടെ നിൽക്കുമ്പോൾ ഉള്ളിൽ എന്താണെന്ന അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇൻഡസ്ട്രിയലിലേക്ക് വരികയാണെങ്കിൽ രഹസ്യങ്ങളും സാധ്യതകളും തേടിയിട്ട് നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് പകരം മറ്റൊരു വാസസ്ഥലം അന്വേഷിച്ചു പോകുന്ന ഒരു പറ്റം ശാസ്ത്രജ്ഞരുടെ കഥയാണ് സിനിമ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വാസസ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് സൗരയൂഥത്തിൻ്റെ മറ്റൊരു കോണിലേക്ക്, അതായത് അജ്ഞാത കോണിലേക്കുള്ളൊരു യാത്ര. സ്പേസിലെ 1 അവർ എന്ന് പറയുന്നത് ഭൂമിയിലെ 7 വർഷമാണ് കേട്ടോ. ആ ഒരു ഡിസ്റ്റൻസ് എത്ര കണ്ട് വലുതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രം മതിയേ. ഭയങ്കര ത്രില്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവി. അതിലപ്പുറം ഒരു അച്ഛൻ മകൾ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു അച്ഛൻ മകൾ ബന്ധത്തിൻ്റെ തീവ്രത എത്രത്തോളം വലുതാണെന്ന് കാട്ടിത്തരുന്നൊരു മൂവിയാണ്. ഈ കഥയുടെ തുടക്കത്തിൽ ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള കൂപ്പർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം സ്പേസിലേക്ക് പോകുന്നത് തൻ്റെ മകള് മർഫിൻ്റെ ചെറിയൊരു പ്രായത്തിലാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മകള് മരിക്കാറായിട്ട് കിടക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് ആ അച്ഛൻ തിരിച്ചു വരുന്നത്. അച്ഛനാകട്ടെ ഇവിടെ എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന് പോയത് അതേ ഒരവസ്ഥയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ആകാശരംഗങ്ങളും സ്പേസ് സ്റ്റേഷനും ബ്ലാക്ക് ഹോൾസും മറ്റും ചിത്രീകരിച്ചിരിക്കുന്നത് അവിശ്വസനീയമായ വിധത്തിലാണ് കേട്ടോ. സിനിമ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്, കുട്ടികളെയും കാണിക്കേണ്ടത് തന്നെയാണ്.
എല്ലാത്തിലും ഉപരി ജീവിക്കാനുള്ള ഒരു പ്രധാന കണ്ണി എന്ന് പറയുന്നത് സ്നേഹമാണെന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു ചിത്രം നമ്മളോട് പറയുന്നത്. കാരണം ഈ മൂവി കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തീപ്പൊരി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.